35 ഇന കർമ്മ പദ്ധതിയും 600 നിർദ്ദേശങ്ങളുമായി LDF പ്രകടന പത്രിക. സാക്ഷരതാ മിഷൻ മാതൃകയിൽ മദ്യവർജനത്തിന് പ്രത്യേക പദ്ധതി. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാമിന് ശ്രമം തുടരും. വിലക്കയറ്റമില്ലാത്ത വിപണിയും 25 ലക്ഷം പേർക്ക് തൊഴിലും വാഗ്ദാനം. പുതിയ ബാറുകൾ അനുവദിച്ചതിനെ തുടർന്ന് മദ്യനയം UDF-ൽ വീണ്ടും ചർച്ചയാകുന്നു. തീരുമാനത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്ന് VM സുധീരൻ. നയത്തിൽ മാറ്റമില്ലെന്ന് ഉമ്മൻചാണ്ടി. മെത്രാൻകായൽ നികത്തലിന് അനുമതി നൽകിയത് മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും നേരിട്ടിടപെട്ട്. റവന്യൂ വകുപ്പ് മന്ത്രിസഭയ്ക്ക് കൈമാറിയ രേഖകളുടെ പകർപ്പ് മീഡിയ വണ്ണിന്. മുഖ്യ വിവരാവകാശ കമ്മീഷണറായി വിൻസെന്റ് M. പോളിനെ നിയമിച്ച സർക്കാർ തീരുമാനത്തിന് ഗവർണറുടെ അംഗീകാരം. അംഗങ്ങളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായില്ല. മുൻസിഫ് മാജിസ്ട്രേറ്റ് നിയമനത്തിൽ ഹൈക്കോടതിക്ക് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശം. കേരളത്തിൽ ചൂട് കനക്കുന്നു. പാലക്കാട് റെക്കോർഡ് താപനില. മലമ്പുഴയിൽ രേഖപ്പെടുത്തിയത് 41.5 ഡിഗ്രി സെൽഷ്യസ്. 10 സംസ്ഥാനങ്ങളിലായി 256 ജില്ലകളിൽ വരൾച്ച ബാധിച്ചെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ. കേന്ദ്ര സർക്കാർ വരൾച്ചയെ ഗൗരവത്തോടെ കാണുന്നില്ലെന്ന് സുപ്രീം കോടതിയുടെ വിമർശം. ജനപ്രിയ വാഗ്ദാനങ്ങളുമായി ഇടതുമുന്നണിയുടെ പ്രകടന പത്രിക. 35 ഇന കർമ്മ പദ്ധതികളും 600 നിർദ്ദേശങ്ങളും അടങ്ങിയ പ്രകടന പത്രിക മുന്നണി കൺവീനർ വൈക്കം വിശ്വനാണ് പുറത്തിറക്കിയത്. 5 വർഷം കൊണ്ട് 25 ലക്ഷം പേർക്ക് തൊഴിൽ, മദ്യ ഉപഭോഗം കുറച്ചു കൊണ്ടുവരും, വിലക്കയറ്റമില്ലാത്ത വിപണി തുടങ്ങിയവയാണ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങൾ. യുവാക്കളെയും സാധാരണക്കാരെയും ആകർഷിക്കുന്നതോടൊപ്പം വികസനോന്മുഖ പ്രതിച്ഛായ കൂടി നൽകുന്നതാണ് LDF പ്രകടന പത്രിക. IT, ടൂറിസം മേഖലയിൽ 10 ലക്ഷം തൊഴിലവസരങ്ങൾ ഉൾപ്പെടെ അടുത്ത 5 വർഷത്തിനുള്ളിൽ 25 ലക്ഷം തൊഴിലവസരങ്ങളാണ് LDF വാഗ്ദാനം. നൂതനാശയങ്ങൾക്ക് പ്രോത്സാഹനം നൽകി 1500 സ്റ്റാർട്ടപ്പുകൾ കൊണ്ടുവരും. അപ്രഖ്യാപിത നിയമന നിരോധം പിൻവലിക്കും. അഡ്വൈസ് മെമ്മോ ലഭിച്ച് 90 ദിവസത്തിനകം ജോലി ഉറപ്പുവരുത്തും. പൊതുമേഖല ലാഭത്തിലാക്കും. കെൽട്രോൺ പുനരുജ്ജീവിപ്പിക്കും. ക്ഷേമ പദ്ധതികൾക്കും പ്രകടന പത്രിക പ്രാധാന്യം നൽകുന്നു. വിലക്കയറ്റമില്ലാത്ത വിപണി, കർഷകർക്ക് മിനിമം വരുമാനം, BPL കുടുംബങ്ങൾക്ക് സൗജന്യ അരി തുടങ്ങിയവ കൂടാതെ എല്ലാ ക്ഷേമ പെൻഷനുകളും 1000 രൂപയാക്കുമെന്നും പ്രകടന പത്രിക പറയുന്നു. വൻകിട പദ്ധതികൾക്കും പ്രാമുഖ്യം നൽകുന്നുണ്ട്. വിഴിഞ്ഞം, കണ്ണൂർ വിമാനത്താവളം, സ്മാർട്ട് സിറ്റി, ലൈറ്റ് മെട്രോ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കും. 2500 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. സർക്കാർ ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധിക്കും. വിജിലൻസിനെ സ്വതന്ത്ര അന്വേഷണ ഏജൻസിയാക്കും. സ്കൂൾ വിദ്യാഭ്യാസം അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തും. ഗതാഗത രംഗത്ത് അതിവേഗ റെയിൽ ഇടനാഴി, 4 വരി റെയിൽപാത, ദേശീയപാത 4 വരിയാക്കൽ എന്നിവയാണ് വാഗ്ദാനങ്ങൾ. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി അടച്ചുപൂട്ടിയ ന്യായവിലക്കടകൾ തുറക്കും. നെൽവയലുകൾക്ക് റോയൽറ്റി നൽകും. റബ്ബറിന്റെ റീപ്ലാന്റിംഗ് സബ്സിഡി ഉയർത്തും. ഭൂരഹിതർക്കെല്ലാം പാർപ്പിടമൊരുക്കും. എന്നാൽ മദ്യനയം സംബന്ധിച്ച് പ്രകടന പത്രികയിൽ വ്യക്തതയില്ല. മദ്യ ഉപഭോഗം കുറയ്ക്കാൻ നടപടിയുണ്ടാകുമെന്നും സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ മാതൃകയിൽ ബോധവൽക്കരണം നടത്തുമെന്നും മാത്രമാണ് പ്രകടന പത്രിക പറയുന്നത്. ഈ ബാറിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞു, മദ്യ ഉപഭോഗം കുറച്ചു കൊണ്ടുവരാനുള്ള ഏതു മാർഗവും ജനകീയ പങ്കാളിത്തത്തോടു കൂടി സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം എന്താണ് ഇത് ചെയ്യാൻ കഴിയുക? മീഡിയ വൺ, തിരുവനന്തപുരം. മദ്യ ഉപഭോഗം കുറയ്ക്കുന്നതിന് ജനകീയ പങ്കാളിത്തത്തോടെ പദ്ധതികൾ നടപ്പാക്കുമെന്ന് വൈക്കം വിശ്വൻ പ്രകടന പത്രിക പുറത്തിറക്കിക്കൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. മദ്യത്തിൻ്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കുന്നതിന് ഉതകുന്ന നയം ആവിഷ്കരിക്കും. സാക്ഷരതാ പ്രസ്ഥാനത്തിൻ്റെ മാതൃകയിൽ അതിവിപുലമായ ജനകീയ ബോധവൽക്കരണ പ്രസ്ഥാനം മദ്യവർജനവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കും. LDF-ന്റെ പ്രകടന പത്രിക പുറത്തിറങ്ങുകയും UDF-ന്റെ പ്രകടന പത്രിക സംബന്ധിച്ചുള്ള സൂചനകൾ പുറത്തു വന്നിരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം CPM-നെ പ്രതിനിധീകരിച്ച് ഡോക്ടർ TM തോമസ് ഐസക് ആലപ്പുഴയിൽ നിന്നും തത്സമയം ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ടാകും. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീ PM സുരേഷ് ബാബു ടെലിഫോൺ ലൈനിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സജീവൻ തൃശൂർ ബ്യൂറോയിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. സാമൂഹ്യ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ K. വേണു ടെലിഫോണിലൂടെ ചർച്ചയിൽ ഉണ്ടാകും. ഡോക്ടർ TM തോമസ് ഐസക്, മദ്യനയം, അതുപോലെ വിലക്കയറ്റം, കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം, ഈ 3 കാര്യങ്ങളിൽ ഇന്ന് പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ നിങ്ങൾ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് ഒന്ന് വിശദീകരിക്കാം. ഈ പ്രകടന പത്രികയുടെ മർമ്മം തൊഴിലവസര സൃഷ്ടിയാണ്. ആധുനിക വ്യവസായ മേഖലയിൽ
നമ്മുടെ പുതിയ തലമുറയ്ക്ക് ആവശ്യമായ തൊഴിലുകൾ സൃഷ്ടിക്കാം, അത് 25 ലക്ഷം. 2, പരമ്പരാഗത മേഖലകളിൽ കാർഷിക തൊഴിൽ സംരക്ഷിക്കുക പഴയ തലമുറയുടേത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കാണേണ്ടത്. ഈ ആധുനിക തൊഴിലവസര വർധനയ്ക്ക് ഗണ്യമായ തോതിൽ പശ്ചാത്തല സൗകര്യങ്ങൾ ഉയർത്തേണ്ടതുണ്ട്. അതിനുള്ള വിഭവ സമാഹരണത്തെക്കുറിച്ചും മറ്റും വളരെ കൃത്യമായ സൂചനകൾ നൽകുന്നുണ്ട്. മദ്യം ഇവിടെ ഇന്ന് കേരളത്തിൽ ഒരു സജീവ രാഷ്ട്രീയ പ്രശ്നമായിട്ട് ഉയർന്നു വന്നിരിക്കുകയാണ്. മദ്യം കേരളത്തിലെ സാമൂഹ്യ വിപത്താണ്. അതുകൊണ്ട് തന്നെ മദ്യ ഉപഭോഗം കുറച്ചു കൊണ്ടുവരേണ്ടത് സാമൂഹ്യമായിട്ടുള്ള ആവശ്യമായിട്ട് ഞങ്ങൾ കരുതുന്നു. എന്നാൽ ഞങ്ങൾ മദ്യനിരോധനത്തിനില്ല. ഈ ലോകത്ത് ഒരു രാജ്യത്ത് പോലും മദ്യനിരോധനം വിജയിച്ചതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. മദ്യനിരോധനം മറ്റുള്ള പല വൈകല്യങ്ങളും വൈകൃതങ്ങളും സമൂഹത്തിൽ സൃഷ്ടിക്കുകയാണ് ചെയ്യുക. എന്നപ്പോൾ സിഗരറ്റ് നമ്മുടെ ഒരു വലിയ ദുശ്ശീലമായിരുന്നു സിഗരറ്റ്. ഇന്നിപ്പോൾ ആരും സിഗരറ്റ് വലിക്കുന്നില്ലല്ലോ. ഇതുപോലെ കേരളത്തിലെ മദ്യാസക്തി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ വിപുലമായിട്ടുള്ള, ഔപചാരികമായിട്ടുള്ളതല്ല, വളരെ ആഴത്തിനും വിപുലമായിട്ടുള്ള, ഒരുപക്ഷെ മദ്യത്തിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ നല്ലൊരു ശതമാനം ഇത്തരത്തിലുള്ള വലിയ ബഹുജന ക്യാമ്പയിന് വിനിയോഗിച്ചുകൊണ്ട് മദ്യാസക്തി കേരളത്തിൽ കുറയ്ക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുകയാണ് എന്നാണ് ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത്. ശ്രീ എ ഷുക്കൂർ ആണ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ഡോക്ടർ TM തോമസ് ഐസക്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ എ ഷുക്കൂർ, LDFിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ താങ്കൾ കണ്ടല്ലോ. UDFിന്റെ പ്രകടന പത്രിക പുറത്തിറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ സൂചനകൾ പുറത്തു വന്നിരിക്കുന്നു. എല്ലാവർക്കും പാർപ്പിടം, ഭക്ഷണം, ആരോഗ്യം, ഇതാണ് പ്രകടന പത്രികയിൽ, നാളെ പുറത്തിറങ്ങാൻ പോകുന്ന പ്രകടന പത്രികയിലെ അടിസ്ഥാന തത്വവുമായി നിലനിൽക്കാൻ പോകുന്നതെന്ന് അറിയുന്നു. എന്തൊക്കെയായിരിക്കും നിങ്ങൾ ജനങ്ങൾക്ക് നൽകാൻ പോകുന്ന വാഗ്ദാനം? ഞങ്ങൾ ജനങ്ങൾക്ക് നൽകാൻ പോകുന്ന വാഗ്ദാനങ്ങൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് നാളെ പുറത്തു വരാൻ പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം കഴിഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഏതെല്ലാം നടപ്പിലാക്കി എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഞങ്ങൾ പറഞ്ഞതിനപ്പുറം ഏറ്റവും ഒടുവിലത്തെ ബഡ്ജറ്റിൽ പറഞ്ഞ കാര്യങ്ങളും നടപ്പിലാക്കിയിട്ടുള്ള ഒരു ഗവൺമെന്റാണ്. എന്നാൽ 10 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞ വയനാട് സർക്കാർ വാഗ്ദത്ത തൊഴിൽ നേടി കേരളത്തിലെ യുവജനങ്ങൾ സമരം ചെയ്യേണ്ടി വന്നത് ഇപ്പോൾ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ 25 ലക്ഷമാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ഇത് സാധ്യമാക്കുക എന്നുള്ളതിനെ കുറിച്ച് ജനങ്ങൾ ചിന്തിക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് CPMന്റെ കഴിഞ്ഞകാല ഭരണമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ഭരണ കാലഘട്ടത്തിൽ തോമസ് ഐസക് ഇപ്പോൾ പറഞ്ഞല്ലോ, തോമസ് ഐസക് ധനമന്ത്രിയായിരുന്നപ്പോൾ 5 വർഷം എടുക്കുന്നതിന് മുമ്പ് നമുക്ക് 2 രൂപയ്ക്ക് അരി നൽകും എന്ന് പറഞ്ഞ് അധികാരത്തിലേക്ക് വന്ന ഒരു ഗവൺമെന്റ് ആ 5 വർഷം പൂർത്തിയാക്കി അവസാന സമയത്താണ് അത് നടപ്പാക്കാൻ ശ്രമിച്ചത്. ഇവരുടെ ആത്മാർത്ഥതയെ, ഇവരുടെ ഇതിനുള്ള അതിന്മേലുള്ള ഇച്ഛാശക്തി എത്രമാത്രമുണ്ട് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാപട്യങ്ങളാണ് ഇത് ജനവഞ്ചന നടത്താനുള്ള വീണ്ടും ഒരു ഏർപ്പാടായിട്ട് മാത്രമേ ജനങ്ങൾ കാണുകയുള്ളൂ. കാരണം അവരുടെ കാലഘട്ടത്തിലെ ജനങ്ങൾക്കുണ്ടായ മുൻ അനുഭവം അവർ തിരിച്ചറിയും. ജനങ്ങൾ അതനുസരിച്ച് അവർ പ്രതികരിക്കും. അതുകൊണ്ട് കഴിഞ്ഞ 5 വർഷക്കാലത്തിന് മുമ്പ് UDF പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കിയ ഉമ്മൻചാണ്ടി സർക്കാരിന് തന്നെ വീണ്ടും ഒരു തുടർഭരണത്തിന് ജനങ്ങൾ വഴിയൊരുക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ടെലിഫോൺ ലൈനിൽ തുടരൂ ദയവായി. ശ്രീ സജീവൻ, മദ്യനയം സംബന്ധിച്ച് ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാട് എന്താണ് എന്ന് ഈ ചർച്ചയിൽ ഡോക്ടർ TM തോമസ് ഐസക് വിശദീകരിച്ചു. അതിൽ താങ്കളുടെ നിരീക്ഷണത്തിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടുണ്ടോ? ഒന്ന്, കേരളത്തിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പാകത്തിൽ ആധുനിക പശ്ചാത്തല സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് മുൻതൂക്കം കൊടുക്കുക എന്നതാണ് ഈ പ്രകടന പത്രികയിലെ മർമ്മം എന്ന് ഡോക്ടർ TM തോമസ് ഐസക് പറഞ്ഞു. അക്കാര്യത്തിൽ പ്രായോഗിക ബുദ്ധിയോട് കൂടിയുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു സമീപനമായിരിക്കുമോ ഇടതുപക്ഷത്തിൽ നിന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഇനി അതോടൊപ്പം തന്നെ വിലക്കയറ്റമില്ലാത്ത പൊതുവിപണി, അതിവേഗ റെയിൽ ഇടനാഴി, 2500 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദനം തുടങ്ങി
കേരളത്തിൻ്റെ വികസനം സാധ്യമാക്കുന്നതിന് ആവശ്യമായ ഘടകങ്ങളിൽ ഊന്നൽ നൽകിയിട്ടുണ്ട് ഇടതുപക്ഷത്തിൻ്റെ പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ താങ്കൾ സമ്മതിക്കുമോ? പ്രധാനമായും ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നത്, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്നത് മനുഷ്യർ മാത്രമാണ് എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായും മത്സരിക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ മനുഷ്യരെ സന്തോഷിപ്പിക്കാനാണ് ശ്രമിക്കുക. പക്ഷെ മനുഷ്യരെ സന്തോഷിപ്പിക്കുന്നത് വളരെ ചെറിയൊരു സമയത്തേക്കാണ്. കേരളം എന്ന് പറയുന്ന ഒരു പ്രദേശം, ഇവിടെ മനുഷ്യർ മാത്രമല്ല ജീവിക്കുന്നത്, ധാരാളം ജീവജാലങ്ങൾ ജീവിക്കുന്ന, അതിനെ ആശ്രയിച്ച് മനുഷ്യൻ ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. സ്വാഭാവികമായും നമ്മുടെ ജനാധിപത്യത്തിൽ അതിൻ്റെ ഒരു വലിയ പരിമിതിയാണ്. നമ്മുടെ ജനാധിപത്യം, നമ്മൾ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന ജനാധിപത്യം അതിൻ്റെ വളരെ ശൈശവാവസ്ഥയിലുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളിലെയും ജനാധിപത്യ സംവിധാനങ്ങളുമായി താരതമ്യം ചെയ്യുന്ന സമയത്ത് ജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ജനങ്ങൾക്കുള്ള തുല്യനീതിയെക്കുറിച്ചിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഇപ്പോഴും സംശയാസ്പദമായ കാര്യത്തിലാണ് നിൽക്കുന്നത്. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഭരണരീതിയിൽ നിന്ന്, രാജഭരണത്തിന്റെ രീതികളിലുള്ള പല ഹാങ് ഓവറുകളും ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ഭരണ സംവിധാനത്തിനകത്ത് നിന്നിട്ടാണ് നമ്മൾ ജനാധിപത്യത്തെ ഒരു പ്രത്യേക തരത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് വരികയും ചെയ്യുന്നത്. കേരളത്തെ സംബന്ധിച്ചിട്ട് വലിയൊരു ക്രൈസിസിൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണ്. മദ്യമല്ല പ്രശ്നം, അത് ഒരു രാഷ്ട്രീയ പ്രശ്നം മാത്രമാണ്. അതിവേഗ റെയിൽപാതയല്ല പ്രശ്നം, കൊറിഡോറും അല്ല പ്രശ്നം. കേരളത്തെ സംബന്ധിച്ചിട്ട് ആത്യന്തികമായ പ്രശ്നം കേരളത്തിന്റെ പരിസ്ഥിതിയെ നിലനിർത്താനായിട്ട്, ഈ ടോപ്പോഗ്രഫിയെ നിലനിർത്താനായിട്ട് എല്ലാ സ്ഥലത്തേക്കും കുടിവെള്ളം എത്താവുന്ന തരത്തിൽ, എല്ലാ സ്ഥലത്തും മരങ്ങളുണ്ടാവുന്ന, കൃഷി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രദേശമായി കേരളത്തെ മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന, ശുദ്ധജലവും ശുദ്ധവായുവും ശുദ്ധമായ ഭക്ഷണവും കിട്ടാൻ പറ്റുന്ന ഒരു പ്രദേശമായി നിലനിർത്തുക എന്നുള്ളതാണ് ആത്യന്തികമായ പ്രശ്നം. ഈ പ്രശ്നത്തെ എങ്ങനെയാണ് ഓരോ ഭരണ നേതൃത്വങ്ങളും കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ട് വരുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ അത് വളരെ വ്യക്തവും. എൻ്റെ വീട്ടിലൊരാൾക്ക് അസുഖം വന്നാൽ, എൻ്റെ അമ്മയ്ക്കോ അച്ഛനോ ഒരു അസുഖം വന്ന് കിടപ്പിലായാൽ, എൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രയോറിറ്റി ആ അസുഖത്തിൽ നിന്ന് അവരെ രക്ഷിക്കുക എന്നുള്ളതാണ്. അതിനെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുൻതൂക്കം നമ്മൾ കൊടുക്കുക. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ ഭാരതപ്പുഴ മരിച്ചു കിടക്കുന്നുണ്ട്, ഒരു സ്ഥലത്ത് മരിക്കാൻ തയ്യാറായി കിടക്കുന്നുണ്ട്. വേനൽ തുടങ്ങുന്ന സമയത്ത് തന്നെ വളരെ അവിടെ ഇവിടെ മാത്രം കുറച്ച് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പ്രദേശമായി അത് മാറിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് വെള്ളം എത്തിക്കുന്ന, ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവിക്കാൻ, മനുഷ്യർക്ക് മാത്രമല്ല ധാരാളം ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ ഒരു വിഭവം കൊടുക്കുന്ന ഈ ഒരു പുഴ മരിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി ആവുന്നത് അതിനെ രക്ഷിക്കുക എന്നുള്ളത്. അതിനെയാണ് നമ്മൾ വികസനം എന്ന് പറയുന്നത്. ആ തരത്തിലുള്ള വലിയൊരു ക്രൈസിസിലേക്ക് കേരളം പോവാണ്. മലയോര മേഖലയിൽ, ഇടുക്കി പോലുള്ള ജില്ലകളിൽ എല്ലാ പഞ്ചായത്തുകളിലും കുടിവെള്ളം നേരിട്ട് എത്തിക്കേണ്ട അവസ്ഥയുണ്ട്. ഒരു 10-15 വർഷം മുന്നേ ഓരോ വീട്ടിലും ഉറവുകൾ ഉണ്ടാവുകയും ഉറവുകളിൽ നിന്ന് ഓസ് നേരെ ഇട്ട് കഴിഞ്ഞാൽ വീടിന് മുറ്റത്ത് വെള്ളം വരികയും ചെയ്യുന്ന ഒരു കാലാവസ്ഥ അവിടെ മാറിയിരിക്കുന്നു. വെള്ളം എത്തിക്കുകയാണ്. താഴെയുള്ള പ്രദേശങ്ങൾ ഒത്തിരി വ്യത്യസ്തമല്ല, കുടിവെള്ളം കിട്ടാത്ത പ്രദേശങ്ങൾ ധാരാളമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം, ഏകദേശം 6000-ഓളം ക്വാറികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നതും അല്ലാതെയുമായിട്ടുണ്ട്. കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ നിന്നിരുന്ന മലകളെ മുഴുവൻ മാറ്റി, മലകൾ ഉണ്ടാവുന്ന സമയത്ത് അവിടെയുള്ള പെയ്യുന്ന വെള്ളത്തെ സൂക്ഷിച്ചു വെക്കുകയും വേനലിൽ അത് വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന മലകളെ മാറ്റി അവിടെ വലിയ കുഴികളായി മാറിയിരിക്കുന്നു. അവിടെ പൊലിഞ്ഞുപോയ ധാരാളം പുഴകളുണ്ട്. അവിടുന്ന് ഇനി ഒരു തരത്തിലും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത തരത്തിൽ ഇറിവോക്കബിൾ ആയിട്ടുള്ള ഡാമേജ് കേരളത്തിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ തരത്തിലുള്ള ശുദ്ധജലത്തിന്റെ ഒഴുക്ക് പുഴകളിൽ ഇല്ലാതാവുന്നതോടുകൂടി കടൽ വെള്ളം അകത്തേക്ക് കയറാനായിട്ടുള്ള വലിയ തോതിൽ അത് വരികയും ഉപ്പുവെള്ളം ആയി മാറുകയും ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന വലിയ തോതിലുള്ള ഒരു പാരിസ്ഥിതികമായ ക്രൈസിസിനെ നേരിട്ട് അഡ്രസ്സ് ചെയ്യാതെ കേരളത്തിലെ ഒരു ഭരണകൂടം ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി, ജനങ്ങളെ മാത്രം വോട്ട് ചെയ്യുന്ന ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളെ മുഖവിലേക്ക് എടുക്കാതെ കുറച്ചുകൂടി ഗൗരവമായ ഒരു ഇനിയും ഒത്തിരി വർഷങ്ങളിൽ ജീവിക്കാനായിട്ടുള്ള ഒരു ഭൂപ്രദേശം എന്നുള്ള നിലയ്ക്കുള്ള ഒരു സമഗ്രതമായിട്ടുള്ള സ്വസ്ഥതയോട് കൂടിയിട്ടുള്ള കുറച്ചും കൂടി വിവേകത്തോടു കൂടിയുള്ള തീരുമാനങ്ങളാണ് എല്ലാ കക്ഷികളിൽ നിന്നും ഒരു ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ ടി.എം. തോമസ് ഐസക്, കേരളത്തിൽ അടിയന്തര പരിഗണന അർഹിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാതെ മുഖം തിരിച്ചു നിൽക്കുന്ന, ജനപ്രിയ വാഗ്ദാനങ്ങൾ നൽകി കണ്ണിൽ പൊടിയിടുന്ന പ്രകടന പത്രികയാണ് ഇരു മുന്നണികളിൽ നിന്നും ഉണ്ടാകുന്നത് എന്ന വിമർശനമാണ് സജീവൻ ഉന്നയിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് അദ്ദേഹം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പരിസ്ഥിതിയെക്കുറിച്ച്, കുടിവെള്ളം പോലെയുള്ള അടിസ്ഥാന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. സജീവിൻ്റെ അഭിപ്രായത്തോട് എനിക്ക് പൂർണ്ണമായി യോജിപ്പില്ല. ചില വസ്തുതകൾ അദ്ദേഹം ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ മാനിഫെസ്റ്റോ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജല സംരക്ഷണത്തെക്കുറിച്ച് ഏതാണ്ടൊരു 10-12 നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. ക്വാറി, മണൽ തുടങ്ങിയവയുടെ
ഒരു നാച്ചുറൽ റിസോഴ്സ് കോർപ്പറേഷൻ ഉണ്ടാക്കി അവ വഴി വേണം അവയുടെ വിപണനവും മറ്റും എന്നുള്ള നിർദ്ദേശം വെക്കുന്നുണ്ട്. ഈ പാരിസ്ഥിതികമായിട്ട് ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ എടുത്താൽ എനിക്ക് തോന്നുന്നു ഒരു 75 വരും വിവിധ ഖണ്ഡികളിൽ കിടക്കുന്നെടുത്തിട്ടുണ്ടെങ്കിൽ അത്രക്ക് ഗൗരവത്തിൽ പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സജീവപക്ഷം വായിച്ചു കാണില്ല. പക്ഷെ ഇത് മാത്രമാണ് കേരളത്തിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. ബാക്കിയുള്ളതൊക്കെ ജനപ്രിയമാണെന്ന് പറഞ്ഞാൽ ഒട്ടും യോജിപ്പില്ല. ഇപ്പോൾ കേരളത്തിൽ നമ്മളൊക്കെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസമുണ്ട്, ആരോഗ്യ സൗകര്യങ്ങളുണ്ട്, ക്ഷേമ സൗകര്യങ്ങളുണ്ട്. അതൊക്കെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിർദ്ദേശങ്ങൾ നടപ്പാക്കിയതിൻ്റെ ഫലമായിട്ട് വന്നതാണ്, ആകാശത്ത് നിന്ന് പൊട്ടി വീണതല്ല. ഇന്നിപ്പോൾ ഇടതുപക്ഷം കാണുന്നത് ഇങ്ങനെ ഈ വിദ്യാഭ്യാസം കൊണ്ടെല്ലാം ഉയർന്നു വന്ന പുതിയ തലമുറ അവരുടെ ആശയാഭിലാഷങ്ങൾക്കെതിരായിട്ട് അനുസൃതമായിട്ടുള്ള പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമാണ്. അതിനൊരു വയബിൾ പ്രോഗ്രാം ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കേരളത്തിലെ പുതിയ തലമുറയും ജനങ്ങളുടെയും പിന്തുണ ആർജിക്കാൻ കഴിയില്ല. അതിൽ നിന്ന് വേർപെടുത്തി വ്യത്യസ്തമായിട്ട് സ്വതന്ത്രമായിട്ട് പരിസ്ഥിതി പ്രശ്നങ്ങളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാം. അത് വെറുതും വാചകടിയല്ല. ഓരോ വ്യവസായത്തിലും IT-യിൽ എന്താ ചെയ്യുക, ടൂറിസത്തിൽ എന്താ ചെയ്യുക, ബയോടെക്നോളജിയിൽ എന്താ ചെയ്യുക, മറ്റ് ആധുനിക വ്യവസായങ്ങൾ, വാല്യൂ ആഡഡ് ഇൻഡസ്ട്രീസ്, അവയിൽ ഓരോന്നും എന്താ ചെയ്യുക എന്നുള്ളത് വളരെ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും എഴുതിയുണ്ടാക്കിയിട്ടുള്ളതല്ല. കേരളത്തിൽ കഴിഞ്ഞ 6 ഒരു വർഷക്കാലത്തിനിടയിൽ 21 വിഷയാധിഷ്ഠിത സെമിനാറുകൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 12,000 പേര് പങ്കെടുക്കുന്ന വികസന കോൺഗ്രസ്. എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും കാര്യത്തിൽ ഇത്ര വലിയൊരു വികസന സംവാദം ഉണ്ടായിട്ടുണ്ടെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടിട്ടുള്ളവയാണ്. അപ്പോൾ ഇന്ന് അത്തരത്തിൽ അതോടൊപ്പം തന്നെ ഇങ്ങനെ ആധുനിക വ്യവസായങ്ങളുണ്ടാകുമ്പോൾ ഇന്ന് ജനങ്ങൾ ഏർപ്പെടുന്ന കൃഷി, പരമ്പരാഗത വ്യവസായങ്ങൾ, അവിടെ പണിയെടുക്കുന്നവർക്ക് എങ്ങനെ സംരക്ഷണം നൽകാം, ഈ പ്രവർത്തനങ്ങൾ നൽകുമ്പോൾ ചില ഒപ്റ്റിമൈസേഷൻ ലിമിറ്റ്സ് ഞങ്ങൾ വെക്കുന്നുണ്ട്. 1 പരിസ്ഥിതി, 2 സ്ത്രീ സൗഹാർദ്ദം ഉണ്ടാവുക, 3 ഇന്ന് മാർജിനലൈസ്ഡ് സെക്ഷൻസിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുപോവുക. ഈ ചുറ്റുവട്ടത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഉൽപ്പാദനം മാക്സിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പരിപാടി വെക്കുകയാണ്. അത് വെറും ജനപ്രിയം എന്ന് പറഞ്ഞ് തള്ളാൻ പാടില്ല. ഗൗരവത്തിൽ കാര്യങ്ങൾ ഞാനൊന്ന് ഇടപെടട്ടെ. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെടുന്നില്ല എന്ന ആശങ്ക സജീവൻ ഈ ചർച്ചയിൽ ഉന്നയിച്ചപ്പോൾ അതിനെ താങ്കളുടെ വാദങ്ങൾ ഉന്നയിച്ച് നേരിടുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഉദാഹരണത്തിന് അതിവേഗ റെയിൽ ഇടനാഴി കേരളത്തെ സംബന്ധിച്ച് ഒരുപക്ഷെ വലിയ പാരിസ്ഥിതിക പ്രശ്നമായി ഉയർന്നു വരാൻ പോകുന്ന ഒരു പദ്ധതിയായി അത് മാറിയേക്കും. 2500 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദനം വിവിധ രീതികളിൽ, അതിൽ ഇപ്പോൾ തന്നെ അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ പേരിൽ ഉയർന്നിരിക്കുന്ന പ്രതിഷേധത്തിൻ്റെ ഭാഗമായി കേസുകളും മറ്റുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടി വരും. കേരളം പോലെ ഒരു കൊച്ചു സംസ്ഥാനത്ത് ഇതുപോലെയുള്ള ബൃഹത് പദ്ധതികളുമായി വരുമ്പോൾ പാരിസ്ഥിതിക പ്രശ്നം എന്നത് ഗൗനിക്കപ്പെടാതെ ഒഴിവാക്കാവുന്ന ചെറിയ വിഷയമാണോ? ഇല്ല, ഒരിക്കലും അല്ല. നിങ്ങൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കെയർഫുള്ളായിട്ടാണ് അതൊക്കെ വേർഡ് ചെയ്തിട്ടുള്ളതെന്ന് കാണാൻ പറ്റും. അതിവേഗ ഇടനാഴി എന്നല്ല, ഇന്ന് നിലവിലുള്ള റെയിൽ പാതയ്ക്ക് സമാന്തരമായിട്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ ഓരത്ത് ചേർന്നിട്ട് പുതിയ 2 ലൈനുകൾ വരുത്തേണ്ടതിൻ്റെ പ്രാധാന്യം, പരിസ്ഥിതി ഒരു അവബോധമുള്ള പ്രസ്ഥാനത്തിന് ഒരു കാരണവശാലും ഇങ്ങനെയൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ആവശ്യം തള്ളിപ്പറയാൻ പറ്റത്തില്ല. അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ റോഡിൻ്റെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്ന ട്രാൻസ്പോർട്ട് സിസ്റ്റമായിട്ട് മാറും, അമേരിക്കയിലൊക്കെ പോലെ. അതിൽ പരം പരിസ്ഥിതി ഹാനികരമായിട്ടുള്ള ട്രാൻസ്പോർട്ടിംഗ് സമ്പ്രദായം സാധ്യമല്ല. അതുകൊണ്ട് ഇത് എത്ര വേഗത്തിൽ വേണം പറഞ്ഞിട്ടില്ല, അത് അതിവേഗത്തിന് വേണ്ടി സജ്ജമാക്കും. ഇത്ര സ്പീഡെന്ന് പറയുന്നില്ല, വിശദമായിട്ട് പഠിച്ചിട്ട് ചെയ്യേണ്ടതാണ്. കഴിയുന്നത്ര പരമാവധി വേഗതയിൽ കേരളത്തിൻ്റെ അറ്റത്തും മറ്റത്തെത്തണം. അത് റെയിൽ പോലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം വേണം എന്നുള്ളത് ഏറ്റവും പരിസ്ഥിതി സൗഹാർദ്ദപരമായിട്ടുള്ള സമീപനമായിട്ട് ഞാൻ കാണുന്നത്. രണ്ടാമത്തെ എന്താ നിങ്ങൾ ഉന്നയിച്ചൊരു പ്രശ്നം, ഒന്നിത്, രണ്ടാമത്തത് 2500 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദനം സംബന്ധിച്ച് വീണ്ടും നിങ്ങൾ അതിൻ്റെ ടെസ്റ്റിലേക്ക് ചെല്ലുക. 1000 മെഗാവാട്ട് സോളാറിൽ നിന്ന്
ആർക്കെങ്കിലും ഇതിൽ എതിർപ്പുണ്ടോ? യഥാർത്ഥത്തിൽ വലിയൊരു സോളാർ ഇങ്ങനെ ആനുഷികമായിട്ട് പറയുന്നതിന് പകരം അടുത്ത 5 വർഷത്തിനുള്ളിൽ മേജർ ഇൻ്റർവെൻഷൻ വേണ്ടുന്ന മേഖലയായിട്ട് എന്ന് വെച്ചാൽ ആ സോളാർ പാനൽ ഉണ്ടാക്കാനുള്ള വ്യവസായങ്ങളടക്കം കേരളത്തിൽ കൊണ്ടുവന്നുകൊണ്ട് മാത്രമേ നമുക്ക് നീങ്ങാൻ പറ്റൂ. കേരളത്തിൻ്റെ ഊർജ്ജ ആവശ്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിന് വലിയൊരു വ്യത്യസ്തമായ കാൽവെപ്പാണത്. രണ്ടാമത്തത് 1200 മെഗാവാട്ട് വരുന്ന തെർമൽ പ്ലാന്റ്. ഈ തെർമൽ പ്ലാന്റ് ഇവിടെ അല്ലെങ്കിൽ അത് കൽക്കരി ഖനിപ്രദേശത്താകാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആരെ എതിർക്കേണ്ടത്? എന്താ ഇതിൽ പരിസ്ഥിതി വിരുദ്ധമായിട്ടുള്ളത്? ശ്രീ സജീവൻ, താങ്കളുടെ മറുപടി. വളരെ ബഹുമാനപ്പെട്ട തോമസ് ഐസക് സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ പഠിച്ചു വരുന്ന യുവാക്കളുടെ ഭാവിയെ നേരിട്ട് അഡ്രസ്സ് ചെയ്യാതെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഇത് വാദങ്ങളുടെ പരിമിതി. കേരളത്തെ സംബന്ധിച്ചിട്ട് ഇന്നത്തെ ഒരു നില വെച്ച് നോക്കിയാൽ പോലും വല്ലാതെ ചൂട് കൂടി വരുന്ന ഒരു സമയത്ത് എത്ര ദൂരത്തേക്കുള്ള ഒരു കാഴ്ച ഒരു പ്രകടന പത്രിക മുന്നോട്ട് വെക്കാൻ പറ്റും? എത്ര ദൂരത്തേക്ക്? 5 വർഷത്തേക്കാണോ, 10 വർഷത്തേക്കാണോ, 15 വർഷത്തേക്കാണോ, 20 വർഷത്തേക്കാണോ എന്നുള്ളൊരു കാര്യം നോക്കുന്ന സമയത്ത് വളരെ ചെറിയൊരു സമയത്തെ ഏറിയാലും ഏറ്റവും കൂടുതൽ 5 വർഷത്തിനപ്പുറം ഒരു കാഴ്ച സാധ്യമല്ലാത്ത തരത്തിൽ ഉള്ള നിലപാടുകൾ വരുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. സാങ്കേതികമായി പ്രകടന പത്രികയിലുള്ള ചില കാര്യങ്ങൾ, ഇപ്പോൾ നെൽവയലിന് വേണ്ടിയിട്ട് റോയൽറ്റി കൊടുക്കുക എന്നുള്ള നിർദ്ദേശങ്ങൾ പോലെയുള്ള നിർദ്ദേശങ്ങളെ നമ്മൾ പ്രാദേശികമായ തലത്തിൽ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് മനസ്സിലാവുന്ന ഒരു കാര്യം, കേരളത്തിൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ പറയാം. പല സ്ഥലങ്ങളിലും ഏകദേശം കേരളത്തിലെ ഏറ്റവും അധികം സമരങ്ങൾ നടക്കുന്ന ഒരു സമയമാണിത്. പ്രാദേശികമായ നിലയ്ക്ക് ധാരാളം കോറികൾക്കെതിരെയുള്ള സമരങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഈ സമരങ്ങൾ നടക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കാണുന്ന ഏറ്റവും രസകരമായ കാര്യം, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഏറ്റവും മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനവും ഈ സമരത്തിന് ജനങ്ങളുടെ ഒപ്പം ഇല്ല എന്നുള്ളതാണ്. പരിസ്ഥിതിയെ സംബന്ധിച്ചിട്ട് ഞാൻ പറയുന്നത് പരിസ്ഥിതിയുടെ ദോഷം മാത്രമല്ല, പരിസ്ഥിതിയെ മുൻനിർത്തി പരിസ്ഥിതിയെ നോവിച്ചുകൊണ്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ഭരണക്രമം നിലനിർത്തുന്ന സമയത്ത് അത് രാഷ്ട്രീയത്തെ കൂടി മലീമസമാക്കും എന്നുള്ളതാണ് പ്രശ്നം. ഏതൊരു സ്ഥലത്ത് പോയി നോക്കിക്കഴിഞ്ഞാലും സാമാന്യ ജനങ്ങൾ വെള്ളം കിട്ടാത്തതുകൊണ്ട് കോറി മുതലാളി കൊടുക്കുന്ന വെള്ളം ഉപയോഗിച്ച് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് കേരളം പോലെ വളരെ സമ്പന്നമായ പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു പ്രദേശം പല സ്ഥലങ്ങളിലും ചെറിയ സ്ഥലങ്ങളിൽ ജനങ്ങൾ അനാഥരാക്കപ്പെടുന്ന സമയത്ത് അവരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ആ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചും അവര് ഈ പറയുന്ന വലിയ തോതിലുള്ള ഭൂമി ഇടപാടുകൾ ആശ്രയിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതാണ്. ഇത് വളരെ കൃത്യമായി ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. കോറി സമരങ്ങൾ ഏറ്റവും നല്ല ഉദാഹരണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടത്തിയാൽ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ആള് ഇടപെടുന്ന രീതികൾ ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ടല്ല, മറിച്ച് മറ്റൊരു പക്ഷത്ത് നിന്നുകൊണ്ടാണെന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും ജനകീയമായ തരത്തിൽ താഴെ തട്ടിൽ നിന്നുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിമിതി. ഇത് സംസ്ഥാനത്തിന്റെ തലത്തിലോ രാജ്യത്തിന്റെ തലത്തിലോ നമുക്ക് പ്രകടന പത്രികകൾ പോലെയുള്ള രേഖകളിൽ ഉള്ള വസ്തുതകളല്ല. താങ്കൾ ഉന്നയിച്ച ഈ വിഷയത്തിൽ ഒരുപക്ഷെ ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെ പ്രതികരണം വളരെ വിലപ്പെട്ടതായിരിക്കും. ഞാൻ അതിലേക്ക് വരാം. അതിനു മുൻപ് ശ്രീ ഷുക്കൂർ, താങ്കൾ ടെലിഫോണിലുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നിപ്പോൾ 6 പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് കൂടി ബാർ ലൈസൻസ് നൽകിയ നടപടി UDF-നകത്ത് കൂടുതൽ ചർച്ചയാവുകയും മദ്യ ഉപഭോഗം ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരണമെന്ന മദ്യനയത്തിന്റെ അടിസ്ഥാന ആശയങ്ങൾക്ക് വിരുദ്ധമായ നടപടിയായി വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇടതുപക്ഷം ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് പൂർണ്ണമായ മദ്യനിരോധനം എന്നത് അപ്രായോഗികവും അസംബന്ധവുമാണെന്നും അതുകൊണ്ട് തന്നെ മദ്യ ഉപഭോഗവും അതോടൊപ്പം തന്നെ മറ്റു മയക്കുമരുന്നുകളുടെ ഉപഭോഗവും കുറച്ചുകൊണ്ടുവരുന്നതിന് ആവശ്യമായ ബോധവൽക്കരണത്തിലൂടെ ക്രമേണ ഇത് ഇല്ലാതാക്കുക, ഈ വിപത്തിനെതിരെ പോരാടുക എന്ന കുറെ കൂടി പ്രായോഗിക വീക്ഷണത്തോടു കൂടിയുള്ള ഒരു നിലപാടല്ലേ മദ്യനയത്തിന്റെ കാര്യത്തിൽ ഇടതുപക്ഷം സ്വീകരിച്ചിരിക്കുന്നതായി പ്രകടന പത്രികയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? അല്ല, ഒരിക്കലുമല്ല. ഇടതുപക്ഷത്തിന്റെ മദ്യനയം ഇപ്പോൾ അവർ പറയുന്നത് ഒരു തട്ടിപ്പ് തന്നെയാണ്. അവർ ഇത് മദ്യവർജനത്തിലേക്കാണ്, അല്ലെങ്കിൽ ഘട്ടം ഘട്ടമായി മദ്യവർജന സംസ്കാരത്തിലേക്ക് വരും, ഘട്ടം ഘട്ടമായി വരും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ ഇപ്പോൾ പറയുന്നത് എന്താ? 6 ബാറുകൾക്ക് പുതിയ ലൈസൻസ് കൊടുക്കുന്നതാണ്. അത് ശരിയല്ല. ആലപ്പുഴ ജില്ലയിൽ എനിക്കറിയാം, കഴിഞ്ഞ ഐസക്കിന്റെ നിയോജകമണ്ഡലത്തിൽ റമദാൻ എന്ന് പറയുന്ന ഒരു ബാർ ഹോട്ടലിന് ലൈസൻസ് കിട്ടിയിട്ട് 1 വർഷമായി. LDF ഭരിച്ച നഗരസഭയാണ് ആ ബാറിനുള്ള അനുമതി പോലും നൽകിയത്. കാരണം ആ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക്
ആ 5 സ്റ്റാർ പദവി കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. ആ കേന്ദ്ര ഗവൺമെന്റ് BJPയുടെ കൊടുത്തത് ആ നടപടി അതിനെ LDF പിന്തുണയ്ക്കുകയായിരുന്നു. മദ്യ നയത്തിൽ സ്റ്റാർ ഹോട്ടലുകൾ 5 സ്റ്റാർ ഹോട്ടലുകളെ അവർക്ക് ബാർ കൊടുക്കാനുള്ള നിയമമുള്ളപ്പോൾ സത്യം യാഥാർത്ഥ്യം നടത്തുന്നത് ശരിയല്ല. ഘട്ടഘട്ടമായി മദ്യനിരോധനം എന്ന് പറഞ്ഞത് ബിവറേജസിന്റെ 10% ഷോപ്പുകൾ ഓരോ വർഷവും കുറച്ചു കൊണ്ടുവരിക, മദ്യ ഉപഭോഗം കുറച്ചു കൊണ്ടുവരിക, 2 സ്റ്റാർ 3 സ്റ്റാർ 2 സ്റ്റാർ 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാർ കൊടുക്കാതിരിക്കുക. എന്നാൽ മദ്യനയത്തിന്റെ ഭാഗമായി 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാർ അനുവദിക്കുക എന്നുള്ളത് നിയമവിരുദ്ധമായ ഒരു നടപടിയാണ്. അല്ല, മറുഭാഗത്ത് ശ്രീ A. ഷുക്കൂർ, നിങ്ങൾ 5 സ്റ്റാർ മദ്യപാനികളെ പ്രോത്സാഹിപ്പിക്കുന്ന നയം സ്വീകരിക്കുന്നു എന്നുള്ള വിമർശനവുമുണ്ട്. സാധാരണക്കാർ എങ്ങനെ വിമർശനം വരും? ഘട്ടഘട്ടമായി മദ്യം കുറയ്ക്കാനുള്ള നടപടി സ്വീകരിച്ച ഒരു ഗവൺമെന്റ്, 10% ബിവറേജസ് ഷോപ്പുകൾ കുറച്ചു കൊണ്ടുവന്ന ഒരു ഗവൺമെന്റ് വർഷം. എന്നാൽ ഇവർ ഭരിച്ചിരുന്നപ്പോ 10% എല്ലാ വർഷവും തുറന്നിട്ടിരിക്കുകയല്ലായിരുന്നു. ഇവർ ഈ മദ്യനയത്തിൽ ഒരു കാപട്യമുണ്ട്, നിങ്ങൾ എതിരാകുന്നു എന്ന് കണ്ടപ്പോൾ മദ്യവർജനം ഇവർ കൂടി സമരം ചെയ്തത് കൊണ്ടല്ലേ ബിയർ പാർലറുകളും വൈൻ പാർലറുകളും നമ്മുടെ സംസ്ഥാനത്തുണ്ടായത്, തൊഴിലാളികളുടെ പുനരധിവാസം എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ. ഇതൊക്കെ മറന്നു പോകുന്നു. ജനങ്ങളെ പറ്റിക്കാൻ ഇത്തരത്തിലുള്ള നടപടികൾ കൊണ്ടുവന്നത് ശരിയല്ല. ഇത് ഒരു ജനവഞ്ചനയായി വരും, ഒരു തർക്കവും വേണ്ട. ആലപ്പുഴ നഗരസഭ ഐസക്കിന്റെ പാർട്ടി ഭരിച്ചപ്പോഴാണ് ആലപ്പുഴയിലെ റമദാ ഹോട്ടലിന് ഇത് കൊടുത്തത്. ആ നിയമം എടുത്തു കളഞ്ഞത് വയനാടായിരുന്നു. പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കുമുള്ള അധികാരം ഈ ഗവൺമെന്റ് പുനഃസ്ഥാപിച്ചു. കാരണം കുറച്ചു കൊണ്ടുവരട്ടെ, പ്രാദേശികമായ താല്പര്യങ്ങൾ മദ്യവിരുദ്ധ സംസ്കാരത്തിന്റെ ഭാഗമായി വരട്ടെ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. പക്ഷെ അതിന് തകർത്തവരാണ്. ഇപ്പോൾ ആലപ്പുഴയിലെ LDF ഭരണമായിരുന്നു മുനിസിപ്പാലിറ്റി അനുമതി കൊടുത്തത്. അത് കൊടുത്തിട്ട് 2 വർഷമാകാൻ പോകുന്നു. അതുപോലെ തന്നെയാണ് ടൗൺ പ്ലാസ എന്ന് പറയുന്ന ഹോട്ടലും ഈ ഗവൺമെന്റിന്റെ മദ്യനയത്തിന്റെ തുടക്കത്തിൽ തന്നെ പ്രഖ്യാപിക്കുമ്പോൾ 5 സ്റ്റാർ ഹോട്ടലായിട്ടിരുന്നതാണ് ഇപ്പോൾ. ഡോക്ടർ ടി എം തോമസ് ഷുക്കൂർ പറഞ്ഞ കാര്യങ്ങൾക്ക് താങ്കൾ മറുപടിയുണ്ടോ? ഡോക്ടർ ടി എം തോമസ് ഷുക്കൂർ പറഞ്ഞ കാര്യങ്ങൾ അല്ലേ? ഷുക്കൂർ പറഞ്ഞത് തന്നെ അദ്ദേഹത്തോട് പറയാനുള്ളത്, ഇതൊക്കെ പെട്ടെന്ന് മറക്കല്ലേ നടന്ന കാര്യങ്ങൾ. നിങ്ങളുടെ ഈ കേമം മുഖ്യമന്ത്രിയല്ലേ നിലവാരമില്ലാത്തതുകൊണ്ട് പൂട്ടണമെന്ന് പറഞ്ഞ ബാറുകളൊക്കെ തുറക്കാൻ വേണ്ടി ക്യാബിനറ്റ് നോട്ട് കൊണ്ടുവന്നത്. അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞ് ഇവിടെ എത്തിയെന്നൊക്കെ കേരളത്തിലുള്ള മുഴുവൻ പേർക്കും അറിയാം. വീണടം വിദ്യയാക്കുക, ആദർശധീരനായി നടക്കുക, ഇതൊക്കെ ഈ കള്ളത്തരങ്ങളൊക്കെ ജനങ്ങൾക്കും നാട്ടുകാർക്കൊക്കെ ബോധ്യമുള്ളതാണ്. നിങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് ഉപയോഗം കുറക്കാൻ തീരുമാനിച്ചിട്ട് കേരളത്തിലെ മദ്യ ഉപയോഗം കുറഞ്ഞോ? കേരളത്തിലെ മദ്യവിൽപ്പന കുറഞ്ഞോ? ഇനിയിപ്പോൾ നിങ്ങൾ പുതുതായിട്ട് ബാർ അനുവദിക്കുന്നു. പുതുതായിട്ട് ബാർ അനുവദിക്കുമ്പോൾ ഇനി 5 സ്റ്റാർ ആയെല്ലാം കൊടുക്കാൻ പോയാൽ എല്ലാ ഹോട്ടലുകളും 5 സ്റ്റാർ ആക്കുന്നതിന് റൂമിൻ്റെ എണ്ണത്തിലും മറ്റേതിലും ചിലപ്പോൾ വ്യത്യാസം വന്നാൽ പോരെ? ഘട്ടം ഘട്ടമായി കുറയ്ക്കുന്നതിന് പകരം ഹോട്ടലിലും ഘട്ടം ഘട്ടമായിട്ട് 5 സ്റ്റാർ ആയിട്ട് മാറുന്ന സ്ഥിതിവിശേഷം കേരളത്തിൽ വന്നാലോ? ഇതൊന്നും പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നല്ല, നിങ്ങളുടെ കള്ളത്തരം തുറന്നു കാണിക്കുന്നുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ്. മദ്യ ഉപഭോഗം കുറച്ചു കൊണ്ടിരുന്നതിന് വേണ്ടിയിട്ട് കേരളം കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ ബഹുജന ക്യാമ്പയിനിലേക്കും മദ്യാസക്തി കുറക്കുന്ന നടപടികളിലേക്കും ഞങ്ങൾ നീങ്ങും. ഡോക്ടർ ടി എം തോമസ് ഐസക്, അടച്ചിട്ട ബാറുകളുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക? ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ തീരുമാനിക്കും. ഇവിടെ ഇപ്പം പുതിയതായിട്ട് തുറന്നല്ലോ, എന്തേ വീണ്ടും വിചാരം, എന്തേ വീണ്ടും ചർച്ച വന്നത്, ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയാകാമെന്ന് പറയുന്നത്, അതൊക്കെ അതത് ഘട്ടങ്ങളിൽ തീരുമാനിക്കേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ ചാരായം നിരോധിച്ചു, LDF അധികാരത്തിൽ വന്നു, നിരോധിച്ചിട്ടും UDF തോറ്റു, LDF അധികാരത്തിൽ വന്നു, ചാരായം വീണ്ടും കേരളത്തിൽ കൊണ്ടുവന്നു. അപ്പം അതുകൊണ്ട് ഈ ഇലക്ഷൻ്റെ ഏക അജണ്ട എന്ന് പറയുന്നത് മദ്യ നയമാണ്. ആ മദ്യനയത്തിനെ ആസ്പദമാക്കിയിട്ട് ഞങ്ങൾ പറയണ പോലെ പറഞ്ഞില്ലെങ്കിൽ എന്തോ മദ്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് എന്ന് വ്യാഖ്യാനിക്കും എന്നൊക്കെ പറഞ്ഞുള്ള ഏർപ്പാടിന് നിന്ന് തരാൻ ഞങ്ങളില്ല. ഇതിലൊരു ഇഷ്യൂ ഉണ്ട്. ഈ ഇഷ്യൂ മാത്രമല്ല, വേറെ ഒട്ടേറെ ഇഷ്യൂസ് ഉണ്ട്. അതിൽ സജീവൻ പറഞ്ഞ കാര്യം എനിക്ക് തോന്നുന്നു സജീവൻ ഞങ്ങളുടെ പ്രകടന പത്രിക വായിച്ച് കാണത്തില്ല എന്ന്. ഉദാഹരണത്തിന് നിങ്ങൾ പറഞ്ഞ ജലസംരക്ഷണത്തെക്കുറിച്ച് എത്ര വിശദമായിട്ടാണെന്നറിയാമോ?
ജലസംരക്ഷണത്തിന് ചെറുനീർത്തടം മുതൽ നദീതട പ്ലാൻ വരെയുള്ള പ്ലാനുകൾ ഉണ്ടാക്കുന്നതിന് വലിയ ജനകീയ പ്രസ്ഥാനം. ജനകീയ ആസൂത്രണത്തിന് 3 കാലുകളാണ് ഇനി ഉണ്ടാവുക. 1 ജലസംരക്ഷണത്തിന്, 2 ജൈവ കൃഷിക്ക്, 3 മാലിന്യ സംസ്കരണത്തിന്. ഇതിനെ ആസ്പദമാക്കി വലിയൊരു ബഹുജന ക്യാമ്പയിനും ജനകീയ പ്രസ്ഥാനവും ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് എനിക്കുള്ള സജീവന്റെ ചില മുൻവിധികൾ ഇത് വായിക്കേണ്ട തന്നെ ആവശ്യമില്ല. അല്ല, ഇതിങ്ങനെ ആയിരിക്കും. തോമസ് ഐസക്, ഞാനൊന്ന് ഇടപെടുന്നതിൽ താങ്കൾ ക്ഷമിക്കണം. സജീവൻ പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് മുന്നിൽ വസ്തുതകളായി നിലനിൽക്കുന്നുണ്ട്. ഉദാഹരണത്തിന് കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ, അതല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പുഴ മലിനമാക്കപ്പെടുന്ന കാര്യങ്ങളിൽ ഇങ്ങനെ പ്രാദേശികമായി ദുരിതം അനുഭവിക്കുന്ന അല്ലെങ്കിൽ പ്രാദേശികമായി ഇത്തരം ബുദ്ധിമുട്ടുകളിൽ പെടുന്ന ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന ജനകീയമായ പ്രതിഷേധങ്ങൾ ഏറ്റെടുക്കാൻ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ വൈമനസ്യം കാണിക്കുന്നു എന്നുള്ളത് കേരളത്തിന് മുന്നിലുള്ള ഒരു വസ്തുതയാണ്. അതിനെ മുൻനിർത്തിയാണ് സജീവൻ ഈ കാര്യങ്ങൾ ഉന്നയിച്ചത്. കേരളത്തിൽ അനധികൃതമായിട്ടുള്ള തടിവെട്ട് പ്രതിപക്ഷമല്ലേ ഏറ്റവും ശക്തമായിട്ട് തുറന്നു കാണിക്കുകയും ചെയ്യുന്നത്. കേരളത്തിലെ നെൽകൃഷി, നെൽവയലുകൾ നികത്തൽ, ഒരു കാലത്ത് ഞങ്ങളെ വെട്ടിനിരത്തിലായിരുന്നു പറഞ്ഞ് ആക്ഷേപിച്ച പരിപാടിയല്ലേ ഇത്. അതിനെതിരെ നിയമം കൊണ്ടുവന്നത് ഇടതുപക്ഷമായിരുന്നില്ലേ? ഇതുപോലെ ഓരോന്നോരോന്ന് ഇഷ്യൂ എടുക്കുന്നത് എവിടെ മാറി നിൽക്കുന്നത്? അപ്പം വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ഉണ്ടാവാം, ഊന്നലുകൾ ഉണ്ടാവാം. പക്ഷേ ബാക്കിയുള്ള രാഷ്ട്രീയ പ്രവർത്തകരും കാര്യങ്ങൾക്കും ഒന്നും ഇതിനെക്കുറിച്ച് ചിന്തയില്ല എന്നുള്ള രീതിയിൽ സമീപിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണോ ലക്ഷ്യമിടുന്നതിന് അതിന് നേർവിപരീതമായിട്ട് വരത്തുള്ളൂ. ഇപ്പം മരം വെക്കുന്നു, പ്രകടനപത്രിക വായിക്കൂ. ഒരു കാർബൺ ന്യൂട്രൽ സംസ്ഥാനത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ ഒരു വിശാല ലക്ഷ്യം വെച്ചുകൊണ്ട് അതിവിപുലമായ തോതിൽ മരവൽക്കരണം, ആ മരവൽക്കരണത്തിനുള്ള ഒരു ബിസിനസ് മോഡൽ വരെ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ മരം നട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സഹകരണ ബാങ്കിൽ നിന്ന് ഒരു നിശ്ചിത തുക 10-25 രൂപ പ്രതിമാസം നിങ്ങൾക്ക് ദീർഘകാല വായ്പയായിട്ട് വരുമാനമായിട്ട് തരും. മരം ഇനി ഭാവിയിൽ വെട്ടുമ്പോൾ അത് ബാങ്കിന് കൊടുത്താൽ മതിയാവും. പ്രായോഗികമായിട്ട് എങ്ങനെയാണ് കേരളത്തിലെ മരസാന്ദ്രത വർദ്ധിപ്പിക്കാൻ പറ്റും എന്ന് ആലോചിച്ച് മുന്നോട്ട് വെക്കുകയാണ്. ഇതൊക്കെ ഇങ്ങനെ ജനപ്രിയമായിട്ടുള്ള വാചകടിയായിട്ട് ദയവായിട്ട് വ്യാഖ്യാനിക്കില്ലേ. വളരെ ഗൗരവമായിട്ടുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ, പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന നിലപാടുകളാണ്. ശ്രീ സജീവൻ, താങ്കൾക്ക് ഇടപെടാം. ബഹുമാനപ്പെട്ട തോമസ് ഐസക്കിന് വളരെ വ്യക്തമായി മനസ്സിലാത്ത രീതിയിൽ ഞാൻ പറയാം. ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയ്ക്കകത്ത് നിന്നുകൊണ്ട് ഇന്ന് കേരളത്തിൽ ഇലക്ഷന് മത്സരിക്കാൻ പോകുന്ന 3 മുന്നണികളും, അത് വലതുപക്ഷമായാലും ഇടതുപക്ഷമായാലും NDA ആയാലും, ഏതെങ്കിലും ഒരു തട്ടിൽ അധികാരത്തിൽ തന്നെയാണുള്ളത്. അത് ത്രിതല പഞ്ചായത്തുകളാവട്ടെ, നിയമസഭയാവട്ടെ, പാർലമെന്റ് ആവട്ടെ, എവിടെയെങ്കിലും എല്ലാ മത്സരിക്കുന്ന മുന്നണികളും അധികാരത്തിൽ തന്നെയാണുള്ളത്. ഇവർ 3 പേരും ഒരേപോലെ അധികാരത്തിൽ പല സ്ഥലത്തുകളിലും നിൽക്കുന്ന സമയത്ത് നമ്മൾ കേരളത്തിൽ കാണുന്ന കാഴ്ച അടിസ്ഥാനപരമായ ഏറ്റവും മൗലികമായ മനുഷ്യന്റെ ജീവസന്ധാരണത്തിന് ആവശ്യമായ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറിപ്പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാതലായ പരാതി. അത് ഒരു മുന്നണിയെ കുറിച്ച് മാത്രമല്ല, എല്ലാ മുന്നണിയെ കുറിച്ചിട്ടുള്ള ഒരേപോലെയുള്ള ഒരു വിയോജിപ്പാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ സൂചിപ്പിക്കാം. ഈ ചർച്ചയിൽ തന്നെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം കേരളത്തിലെ മദ്യവർജനത്തെയോ കുറിച്ചോ അത് നിരോധിക്കണോ നിയന്ത്രിക്കണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനാണ്. 2 മുന്നണികളുടെ നിലപാടുകൾ തമ്മിലുള്ള ചർച്ചയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 50 വർഷത്തെ ചരിത്രത്തിൽ, കേരളത്തിന്റെ ചരിത്രം ഒരു 50 വർഷം കഴിഞ്ഞ ഒരാൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് കേരളത്തിലെ മദ്യമാണോ ചർച്ച ചെയ്യപ്പെടുക, അതോ കേരളത്തിലെ കുടിവെള്ളമാണോ? കേരളം പോലെ ഏകദേശം 3000 മില്ലിമീറ്റർ മഴ കിട്ടുന്ന ഒരു പ്രദേശത്ത് എന്തുകൊണ്ടാണ് ചില പ്രദേശങ്ങളിൽ മനുഷ്യർക്ക് കുടിവെള്ളം കിട്ടാതായി പോകുന്നതെന്നുള്ള വളരെ മൗലികമായിട്ടുള്ള ചോദ്യം അഡ്രസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയാസൂത്രണത്തെ കുറിച്ച് താങ്കൾ പറഞ്ഞല്ലോ. ജനകീയാസൂത്രണത്തിന്റെ ബേസിക് മോഡൽ എന്തായിരുന്നു? ജനകീയമായി ആസൂത്രണം നടത്തുക എന്നുള്ളതായിരുന്നു. ജനകീയമായി ഒരു പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യർ അവരുടെ ചുറ്റുപാടിലും വേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിലപാടെടുക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന തരത്തിൽ ജനാധിപത്യത്തെ എന്ന് പറയുന്ന പോലെ ഇടവിട്ടുള്ള ജനാധിപത്യമല്ല. 5 വർഷം കൂടുമ്പോൾ വോട്ട് ചെയ്യുകയും പിന്നെ തിരിച്ച് വീട്ടിൽ പോവുകയും പിന്നെ 5 വർഷം കഴിയുമ്പോൾ വീണ്ടും വോട്ട് ചെയ്യാൻ വരുന്ന തരത്തിലുള്ള ഇടവിട്ടുള്ള ട്രങ്കേറ്റഡ് ആയിട്ടുള്ള ഡെമോക്രസി അല്ല, മറിച്ച് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡെമോക്രസിയാണ് ജനങ്ങളുടെ
ആധിപത്യം എന്നുള്ള നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ തരത്തിൽ കേരളത്തിൽ ജീവിക്കുന്ന സാമാന്യ ജനതയെ സംബന്ധിച്ച് അവന്റെ വീടിന്റെ അടുത്ത് അവന്റെ ജലം മുഴുവൻ ഊറ്റിക്കൊണ്ടു പോകുന്ന ഒരു വ്യവസായം വന്നാലോ, അവന്റെ ജലം മുഴുവൻ ഒരു കുഴിയിലേക്ക് കൊണ്ട് എത്തിക്കുന്ന തരത്തിലുള്ള ഒരു കോറി വന്നാലോ ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതെ ജനങ്ങളുടെ അഭിപ്രായത്തെ മാനിക്കാതെ ഒരു സംവിധാനം നിലനിൽക്കുന്നുണ്ട്. ആ സംവിധാനം നിലനിൽക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും സൂചിപ്പിക്കട്ടെ, എല്ലാവരും എവിടെയെങ്കിലും അധികാരത്തിൽ തന്നെയാണുള്ളത്. ഒന്നില്ലെങ്കിൽ നിയമസഭയിൽ, അല്ലെങ്കിൽ അങ്ങ് ഡൽഹിയിൽ, അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്തുകളിൽ എവിടെയെങ്കിലും. ഈ മൂന്ന് വ്യത്യസ്തത ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ പോലും കേരളത്തിലെ സാമാന്യ മനുഷ്യനെ സംബന്ധിച്ചിട്ട് അടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയോ, കുടിക്കുന്ന വെള്ളത്തിന്റെ അത് എത്രമാത്രം ശുദ്ധമാണെന്നുള്ളതോ, ശ്വസിക്കുന്ന വായു എത്ര ശുദ്ധമാണെന്നുള്ളതോ, നാളെ ഈ ഭൂമി കുറച്ചും കൂടി നന്നായി വരും, അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ പലതരത്തിലുള്ള, ഞാൻ നേരത്തെ ഭാരതപ്പുഴയുടെ കാര്യം പറഞ്ഞു, മറ്റു പല നദികളുടെ കാര്യങ്ങളും വ്യത്യസ്തമല്ല. ഇതിനെ തിരിച്ചു പിടിക്കുന്ന ഒരു പ്രക്രിയക്കല്ലേ നിങ്ങൾ വികസനം എന്ന് വിളിക്കേണ്ടത്? ആ തരത്തിലുള്ള ഒരു തിരിച്ചുപിടിക്കൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഉപമയിലേക്ക് വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഏറ്റവും വലിയ ക്യാമ്പയിൻ വേർഡായി മുന്നോട്ട് കൊണ്ടുവരാൻ പോകുന്നത് കേരളത്തിന്റെ വികസനത്തിന് ഒരു ഭരണ തുടർച്ച വേണമെന്നുള്ളതാണ്. വികസനം എന്നതുകൊണ്ട് UDF അതിനെ നിർവചിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ ശ്രീ സജീവൻ ഉന്നയിച്ചതുപോലെ കുടിവെള്ളം പോലെയുള്ള നമ്മുടെ അന്തരീക്ഷവും പരിസ്ഥിതിയും മലിനമാക്കപ്പെടുന്ന, പാരിസ്ഥിതികമായി ദോഷം ചെയ്യുന്ന പല വികസനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനെതിരെ ചെറുത്തുനിൽപ്പുകൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വികസനം എന്നത് കേവലം ഈ നിങ്ങൾ പറയുന്ന വിമാനത്താവളവും അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റിയും ഒക്കെയാണോ? അതല്ല കേരളത്തിൻ്റെ ജൈവികമായ ഘടകങ്ങളെ നിലനിർത്താൻ പോകുന്ന തരത്തിൽ ദീർഘവീക്ഷണത്തോടുകൂടി ഒരു സമീപനം നിങ്ങൾക്കുണ്ടോ, UDF-നുണ്ടോ? തീർച്ചയായും UDF-ന്റെ വികസന നയം നിങ്ങൾക്കത് കാണാവുന്നതാണ്. കഴിഞ്ഞ 5 വർഷക്കാലത്ത് അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ചെറുതും വലുതുമായ വികസനം, വിമാനത്താവള വികസനമുണ്ട്, അതോടൊപ്പം പ്രാദേശിക വികസനമുണ്ട്, പ്രാദേശികമായി തൊഴിൽശാലകൾ ലഭിക്കുന്ന വികസനമുണ്ട്, കുടിവെള്ള ആവശ്യ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടുള്ള അടിസ്ഥാന ഘടകമായ ആവശ്യമായ കുടിവെള്ളം കൊടുക്കേണ്ട കാര്യമുണ്ട്. ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. അപ്പോൾ പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ എല്ലാം പരിഹരിക്കപ്പെടുക ഉള്ള ഒരു കാലഘട്ടം കഴിഞ്ഞ 5 വർഷക്കാലം കൂടെ ഉണ്ടായിരുന്നു. എത്രയോ കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞ ഒരു കാലഘട്ടമാണ് ഈ 5 വർഷക്കാലം. എത്രയോ പദ്ധതികൾ. അത് ഞങ്ങളുടെയൊക്കെ സംസ്ഥാനത്ത് ഇപ്പൊ 3-4 പദ്ധതികൾ 2 നിർവഹിച്ചു കഴിഞ്ഞു, 3 ആലപ്പുഴ കുടിവെള്ള പദ്ധതി, ജപ്പാൻ കുടിവെള്ള പദ്ധതി. ഇപ്പൊ സാധാരണക്കാരായ മനുഷ്യരുടെ ഇപ്പൊ സജീവൻ പറഞ്ഞതുപോലെ അവരുടെ അവശ്യ വസ്തുക്കളെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകാതെ അത് നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് നയം. 2008 തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘിക്കാതെ വികസനം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹമായിരുന്നു ഗവൺമെന്റിനുണ്ടായിരുന്നത്. എന്നാൽ അതിന് ചില ആശങ്ക വന്നപ്പോൾ എന്നാൽ ജനങ്ങളുടെ ആശങ്ക വേണ്ട, അത് അകറ്റാൻ ആ പദ്ധതികൾ തൽക്കാലം വേണ്ട എന്ന് തീരുമാനിച്ചൊരു ഗവൺമെന്റാണ്. ഗവൺമെന്റ് ജനങ്ങൾ എതിരെ അഭിപ്രായമുണ്ട്, വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് എന്ന് കണ്ടാൽ ഒരു ദുരഭിമാനവും ഇല്ലാതെ അതൊക്കെ തിരുത്താൻ കഴിയുന്ന ഒരു ഗവൺമെന്റാണിത്. ആ 5 വർഷക്കാലത്തെ അനുഭവമാണ് ഒരു തുടർ ഭരണത്തിലേക്ക് ഗവൺമെന്റിനെ കൊണ്ടെത്തിക്കാൻ കഴിയുന്നത് എന്ന കാര്യത്തിൽ യാതൊരു ചർച്ച അവസാനിപ്പിക്കാം. ഡോക്ടർ തോമസ് ഐസക്, എന്താണ് UDF-ന്റെ വികസന റെക്കോർഡ്? ഷുക്കൂറെ, ഈ വർഷത്തെ പഞ്ചവത്സര പദ്ധതിയിൽ നിങ്ങളുടെ സർക്കാരിൻ്റെ കണക്ക് പ്രകാരം 50% ചിലവായിട്ടുള്ളൂ. കഴിഞ്ഞ വർഷത്തെ വാർഷിക പദ്ധതിയിൽ CND കണക്ക് പ്രകാരം 61% ചിലവായിട്ടുള്ളൂ. അംഗീകൃത വികസന പ്രഖ്യാപനങ്ങളുടെ പകുതി മാത്രം, 45% മാത്രം അല്ല 55% മാത്രം ചിലവാക്കുന്ന ഒരു റെക്കോർഡുള്ള സർക്കാരിന് എന്തോന്ന് വികസനത്തെക്കുറിച്ച് ഈ പറയണത്? ഈ വാചകവടി, പരസ്യത്തിലൂടെയുള്ള പ്രചാരണം, ഇതല്ലാതെ വസ്തുതകളെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കാൻ പറ്റത്തില്ല. ഇനി നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട പാരിസ്ഥിതിക കാര്യങ്ങളാണ്. സജീവൻ പറയണ LDF-ഉം UDF-ഉം BJP ഒക്കെ ഒരുപോലെയാണ്. വസ്തുക്കളായിട്ട് കാണും. ഇവിടെ ഈ നമ്മുടെ തണ്ണീർത്തടങ്ങളും നെൽവയലും നികത്തൽ ആരാ അതിനെതിരായി പ്രക്ഷോഭം കേരളത്തിൽ നടത്തിയിട്ടുള്ളൂ? പറ.
ഇത് ഇടതുപക്ഷം കർഷക തൊഴിലാളി യൂണിയൻ അതിൻ്റെ പേരിൽ എന്തെല്ലാം രാഷ്ട്രീയ പ്രഖ്യാതികൾ നേടേണ്ടി വന്നു. LDF അധികാരത്തിൽ വന്നു. ഇന്നുള്ള നീർത്തട സംരക്ഷണ നിയമം പാസ്സാക്കിയത് LDF ആണോ? ആ നീർത്തട സംരക്ഷണ നിയമത്തിൽ വെള്ളം ചേർക്കുക, ഭേദഗതി വരുത്തുക. ഇനി നിയമം നിൽക്കുമ്പോൾ തന്നെ നിയമത്തെ ലംഘിച്ചുകൊണ്ടും എത്രാംകായലടക്കമുള്ള കായലുകൾ സ്വകാര്യ വ്യക്തികൾക്ക് നികത്താൻ വേണ്ടി പതിച്ചു കൊടുക്കുക. ഇതൊക്കെ ചെയ്യുന്ന UDFും നേരത്തെ പറഞ്ഞൊക്കെ ചെയ്യേണ്ട LDFും ഒരേപോലെയാണ് എന്നുള്ളൊരു രാഷ്ട്രീയ നിലപാട് വളരെ വിചിത്രമായിട്ടുള്ള ഒന്നായിട്ട് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. യഥാർത്ഥത്തിൽ നിങ്ങളുടെ നിലപാട് പാരിസ്ഥിതികമായിട്ട് സെൽഫ് ഡിഫീറ്റിംഗ് ആണ്. കാരണം ആകെ ശരിയായിട്ടുള്ള നിങ്ങൾ 10 പേര്, ബാക്കിയെല്ലാം പരിസ്ഥിതിയെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നവർ എന്നുള്ള നിലയിൽ പോകാതെ ചില ലക്ഷ്യങ്ങളുണ്ട്. പാരിസ്ഥിതികമായ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം എല്ലാവരും അംഗീകരിക്കുന്നു. അതിലാരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും, ആരെ അനുകൂലമായ നിലപാടെടുക്കുക എന്നുള്ളൊരു പരിശോധനയാണ് വേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. റൈറ്റ്, ചർച്ച അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളോടുള്ള ജനങ്ങളുടെ പ്രതികരണത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ. വളരെയധികം നന്ദി ഡോക്ടർ TM തോമസ് ഐസക്, ശ്രീ സജീവൻ, ശ്രീ യേശു കൂടി ചർച്ചയിൽ പങ്കെടുത്തു. ഈ സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.